പെണ്ണിൻ്റെ തൊലിയും വെളുപ്പും കണ്ട് അല്ലെങ്കിൽ അവിടെ കുറേ ഭാഗങ്ങൾ കാണിക്കുന്ന നീചമായ രീതി ചെയ്യുന്ന സ്ത്രീകൾക്കാണ് ക്യാഷ് കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ അതിൻ്റെ രീതിയിലോട്ട് മുന്നോട്ട് പോകുന്നതുമായ ആ രീതിയിൽ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിലുള്ള നെറികെട്ട സ്ത്രീകളാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിൽ പിന്നെ അങ്ങനെ കാണിക്കുന്ന ഭാഗങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട് അതിൽ ആകൃഷ്ടരായി ഈ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നതിന്റെ കാര്യം എന്താ? ഈ പുരുഷൻ അത് ആദവും അവയും ഉള്ള കാലം തൊട്ടേ സ്ത്രീ പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു ആകർഷണ യന്ത്രമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആദവും അവയും ഉള്ള കാലഘട്ടത്തിലേ ഉണ്ട്. ഒരു പുരുഷൻ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീ ഉള്ളൂ. ഒരു സ്ത്രീ ഉണ്ടെങ്കിലേ അവിടെ പുരുഷനുള്ളൂ. പുരുഷന്റെ വാരിയെല്ലുന്നാണ് സ്ത്രീയെ ഉണ്ടാക്കി എന്നാണ് നമ്മുടെ ക്രിസ്തീയ ബൈബിളിലും മറ്റു കാര്യങ്ങളിലും പറയുന്നത്. ചുമ്മാ ആളാവാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കി. എന്തായാലും ഒരു പുരുഷൻ ഉണ്ടെങ്കിലേ സ്ത്രീ ഉള്ള. നീ ആദ്യം അത് മനസ്സിലാക്കും. ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കും. പുരുഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയാം, മേധാവിത്വം എന്തായാലും നമ്മുടെ ഈ പറയുന്ന പുരുഷന്മാർ ചെയ്തതൊന്നും ശരിയല്ല. അവരെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർക്ക് നിയമപരമായി അവരാണതിൻ്റെ കുറ്റക്കാരെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ. കോടതി എന്താണോ അതിനുള്ള നടപടി ഉണ്ടാകട്ടെ. എന്തായാലും ഞങ്ങളുടെ തമ്മിത്തല്ല് എന്ന പ്രോഗ്രാം ഇന്നാണ് ഞങ്ങൾ തങ്ങളിൽ വലിയ അടി കൂടാതെ പിരിയുന്നത് അല്ലേ? അതെ, അത് ഒരു കണക്കിന് കറക്റ്റാ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ കാണത്തുള്ളൂ ലാസ്റ്റ്. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം വല്ലതും ഉണ്ടോ ജീവിതത്തിൽ? ഇല്ലല്ലോ. എനിക്ക് പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല. എനിക്കുമില്ല. നമ്മൾ വഴക്ക് കൂടിയാലും കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിരക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവമുള്ള. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ തമ്മിൽ തല്ല് എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തമ്മിൽ തല്ലിൽ വ്യത്യസ്തമായ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച്, വ്യത്യസ്തമായ കാഴ്ചകളെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാ മാന്യ പ്രേക്ഷകർക്കും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ തമ്മിൽ തല്ലി എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു.